യുക്തം. രചന ജോയ് താന്നിക്കൽ. നാളെ മുതൽ ജോലി കൂടി പോകണ്ട എന്ന് പറഞ്ഞപ്പോഴായിരുന്നു ജിൻസി ഒന്ന് പകച്ചുപോയത്. ഒരു സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് വീട്ടിലിരിക്കാൻ പറയാൻ ഇന്നത്തെ കാലത്ത് ആർക്ക് കഴിയും? ഞാൻ വരുമ്പോൾ എനിക്ക് നിന്നെ കാണാനാ. അത് കേട്ടപ്പോൾ സത്യത്തിൽ റോബിന്റെ സ്നേഹത്തിന് വല്ലാത്തൊരു തലതിരിച്ചിലുണ്ടെന്ന് സംശയിച്ചു പോവുക തന്നെ ചെയ്തു. ബിസിനസ്സുകാരനായ റോബിൻ കടയിൽ പോയാൽ ഉച്ചയ്ക്ക് 4 മണിക്കൊക്കെ വീട്ടിൽ വന്നായിരുന്നു ഭക്ഷണം കഴിച്ച് പോയിരുന്നു. റോബിന്റെ അമ്മ ഒപ്പം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായി പോയിക്കൊണ്ടിരുന്നു. അത്തരം വിലക്കുകൾ വന്നു തുടങ്ങിയത് വിവാഹം കഴിഞ്ഞ് 2-3 മാസങ്ങൾക്ക് ശേഷമായിരുന്നു. ഒരു നാൾ തനിക്ക് തൃശ്ശൂർ ടൗൺ വരെ ഒന്ന് പോവേണ്ടതായിരുന്നു. ടൗൺ തനിക്ക് ഏറെ സുപരിചിതവുമായിരുന്നു. അന്നാണെങ്കിൽ ഒരു അവധി ദിവസം. ഒരു മൊബൈൽ കോഡ് മാറ്റി വാങ്ങിക്കുന്നതിന് റോബിന്റെ കൂട്ട് ആവശ്യമേ ഇല്ലായിരുന്നു. എന്നും ജോലി സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ചു പോയി തിരിച്ചു വന്നിരുന്ന തനിക്ക് റൗണ്ടിൽ എത്ര മൊബൈൽ ഷോപ്പ് ഉണ്ടെന്നുള്ളത് വളരെ നല്ല നിശ്ചയവും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് റോബിന്റെ 4 മണിയുടെ വരവിൽ വീട്ടിൽ താനും ഉണ്ടായിരുന്നു. വയസ്സായ അമ്മക്കൊരു കൈ സഹായത്തിന് തന്നെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യാൻ കഴിയുന്ന ദിവസമായിരുന്നു അത്. കയറി വന്ന ഉടനെ റോബിൻ തിരക്കി. ജിൻസി ടൗണിൽ പോയിരുന്നല്ലേ? ആ, ഒരു മൊബൈൽ കോഡ് വാങ്ങിക്കാൻ. എന്തിനാ ഒറ്റയ്ക്ക് പോയത്? എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? അതെന്തിനാ റോബിൻ? ഇതൊരു നിസ്സാര കാര്യമില്ലേ? അതിന് ഞാൻ റോബിന് വിലപ്പെട്ട സമയം കളയണമെന്നുണ്ടോ? നിനക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ എനിക്കൊരു മടിയുമില്ല. അതൊരിക്കലും എനിക്കൊരു സമയനഷ്ടമല്ല. അല്ല, ഞാൻ ടൗണിൽ പോയെന്ന് റോബിക്ക് എങ്ങനെ മനസ്സിലായി? അതാ മൊബൈൽ ഷോപ്പിന് മുമ്പുള്ള കടക്കാരൻ്റെ സുഹൃത്താ. അവൻ നിന്നെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ നീ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചേ ഇല്ല. അത് ശരിയാവും. വഴിപോക്കരേക്ക് വിളിക്കുമ്പോൾ ഞാൻ ചെവി എടുക്കാറില്ല. ആ, അവനോട് വിളിച്ചു പറഞ്ഞു. ടൗണിലുള്ള കടക്കാരൻ തന്നെ നമ്മുടെ വിവാഹത്തിന് വന്നിരുന്നവരാണല്ലോ. എന്തായാലും ഇനി ഇത്ര ആവശ്യമല്ലോ വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി. തലവരിക്ക് സമ്മതിച്ചു. കാപ്പി കൂടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ റോബിൻ വീണ്ടും അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പോകണം തോന്നിയാ അമ്മയും കൂടി വിളിക്കായിരുന്നില്ലേ? ഞാൻ അമ്മയെ വിളിച്ചതാ. അമ്മയ്ക്ക് വണ്ടി കയറി വരാനൊരു മടി, അതുകൊണ്ടായിരുന്നു. ആ, ശരി ശരി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴായിരുന്നു പുതിയ നിർദ്ദേശം വന്നു. തനിക്കൊരു പ്രൊമോഷൻ ട്രാൻസ്ഫർ, ഹെഡ് ക്ലർക്കായിട്ട്. പ്രൊമോഷൻ പോസ്റ്റിംഗ് കിട്ടിയത് തൃപ്രയാർ പോളിടെക്നിക്കിലേക്കായിരുന്നു. അവിടെയും വേണമെങ്കിൽ പോയി വരാവുന്ന ദൂരം തന്നെ ഉണ്ടായിരുന്നുള്ളെങ്കിലും അയാൾ തീർത്തു പറഞ്ഞു. ജിൻസി ജോലിക്ക് പോയിട്ട് വേണം ഇവിടെ കഴിയാൻ. അത് വേണ്ടെന്ന് വെച്ചുകൂടെ? പ്രമോഷനോ? അല്ല, ജോലി. നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ വെട്ടിയിറങ്ങി. എങ്കിലും കുടുംബബന്ധത്തിന് ഉലച്ചിൽ തട്ടാൻ നോക്കണമെന്ന മാതാപിതാക്കന്മാരുടെ ഉപദേശത്തെ മാനിച്ചുകൊണ്ട് ജിൻസി സമ്മതം മൂളി. അവിടുന്ന് ടൗൺ പരിസരത്തേക്ക് പുനർനിയമനം നടന്നു കിട്ടിയാൽ ജോലിക്ക് പോകണമെന്ന് തന്നെയായിരുന്നു ജിൻസിയോട് മനസ്സ് പറഞ്ഞിരുന്നത്. റോബിനോട് ജോലി ഉപേക്ഷിക്കാമെന്ന് സമ്മതിച്ചപ്പോഴും 3 മാസത്തെ കമ്പ്യൂട്ടർ ലീവ് എഴുതി കൊടുത്ത് നോക്കാമെന്ന് ആദ്യം മനസ്സിൽ ഉറപ്പിച്ചു. പിന്നെ അത് വേണ്ട, അവധി നീട്ടിയെടുക്കേണ്ടി വന്ന അവളത് വീണ്ടും തിരുത്തി അർദ്ധവേദന അവധിയാക്കി മാറ്റി ഓഫീസിലേക്ക് സമർപ്പിച്ചു. ഒപ്പമെത്തിയ ലോക്ക്ഡൌൺ വീട്ടിലിരിപ്പ് ശരിക്കും നരകതുല്യമാക്കുക തന്നെ ചെയ്തു. റോബിനപ്പോൾ സന്തോഷം ഇരട്ടിക്കുകയായിരുന്നു. അയാൾ സ്നേഹക്കൂടുതൽ കൊണ്ട് ഒരു ദിവസം പറയുക തന്നെ ചെയ്തു. നീ തനിച്ചു വരുന്നോ പോകുന്നില്ല, എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു ജിൻസി. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. അന്ന് ശരിക്കും സമാധാനക്കേട് തോന്നിയ ജിൻസിക്കായിരുന്നു. ഉറക്കം കണ്ണുകൾ തഴുകുന്നതേയില്ല. താൻ അവധിയെടുത്തിരിക്കുന്നത് എന്തായാലും ഒരു നാൾ ഇയാൾ അറിയും. അന്ന് ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതിജീവിക്കാൻ എന്തു വേണം? ഒരു പ്രതിവിധി കണ്ടെത്തിയേ മതിയാവൂ. അതായിരുന്നു അവളുടെ മനസ്സിലെ ചിന്ത മുഴുവൻ. ജിൻസി ആലോചനയിൽ നിൽക്കുന്ന കണ്ട് റോബിൻ തിരക്കി. എന്തുപറ്റി? സുഖമല്ലേ? ഏയ്, ഒന്നുമില്ല റോബി. എങ്കിൽ ജിൻസി പോയിട്ടൊരു മീൻ വറുത്തവും 4 ഐസ് ക്യൂബ് എടുത്തുകൊണ്ട് വരുമോ? കിടപ്പുമുറിയുടെ ചുമരിനോട് ചേർന്നുള്ള അലമാരയിൽ അയാൾക്ക് വേണ്ടതായ മദ്യക്കുപ്പികളും അളവ് പാത്രങ്ങളും ഗ്ലാസുകളും ഇരിപ്പുണ്ടായിരുന്നു. അധികം കഴിക്കുന്ന ശീലമൊന്നും ഇല്ലാതിരുന്നതിനാലും കഴിച്ചിട്ട് പ്രത്യേകിച്ച് മറ്റ് അസൗകര്യങ്ങളും തന്നെ ഉണ്ടാക്കാതെ തരക്കാരനായതുകൊണ്ടും താനായിട്ട് അതിനെ വിലക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ടുമില്ലായിരുന്നു. എന്തൊക്കെയായാലും ഇത് തന്നെ കയറില്ലാതെ ബന്ധിച്ചിരിക്കുക തന്നെയല്ലെന്നൊരു തോന്നൽ അവളിൽ നാമ്പെടുത്ത് കഴിഞ്ഞിരുന്നു. അന്നേരമായിരുന്നു സർവീസ് സംഘടനാ നേതാവിന്റെ ഫോൺ വന്ന്. തൃശ്ശൂർ MT1 സ്ഥലം മാറ്റം ശരിയാക്കിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോയി അവിടുന്ന് റിലീവ് ചെയ്ത് നാളെ മുതൽ MT1 ജോയിൻ ചെയ്യുക എന്ന് ജിൻസി മറ്റൊന്നും ചിന്തിക്കാതെ ആക്റ്റീവ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് റോബിന്റെ അമ്മയോട് പറഞ്ഞു. അമ്മ വരുന്നുണ്ടോ? എനിക്കൊരിടം വരെ പോകാനുണ്ട്. ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഒരു പേപ്പർ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ വരാം. മോളുടെ ഓഫീസിലേക്ക് ഞാൻ എന്തിനാ മോളെ വരുന്നത്? നീ അവനോട് പറഞ്ഞേക്കാമെന്ന് അമ്മയോട് പറഞ്ഞുവെങ്കിലും ജിൻസി വണ്ടിയെടുത്തു. അമ്മ തനിക്കപ്പോൾ ഓഫീസിലേക്ക് വരില്ല എന്ന് ഉറപ്പുള്ളതിനാൽ തന്നെയായിരുന്നു അമ്മയെ വിളിച്ചത്. പക്ഷേ റോബിനെ വിളിച്ചറിയിച്ചാൽ അയാൾ ഒപ്പം വരാമെന്ന് ശഠിക്കുകയും ചെയ്യും. അതോടെ കാര്യങ്ങളെല്ലാം കുഴയുകയും ചെയ്യും. വേഗം തന്നെ പോയി തിരിച്ചെത്തുക, അതേ ഒരു മാർഗമുള്ളൂ. തൃപ്രയാർ പോയി വരാൻ വിചാരിച്ചാലും കൂടുതൽ സമയമെടുത്തു. 4 മണിക്ക് റോബിൻ വീട്ടിലെത്തുന്നതിന് മുമ്പായി തന്നെ തിരിച്ചെത്താമെന്നായിരുന്നു കണക്ക് കൂട്ടിയത്. വീട്ടിലെത്തിയപ്പോൾ 5 മണിയും കഴിഞ്ഞിരുന്നു. അമ്മ വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അകത്തേക്ക് കടന്ന് അവർ പറഞ്ഞു. അവന് ഇത്രയും നേരം നിന്നെ കാത്ത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു മോളെ. അമ്മ പറഞ്ഞില്ലേ? അപ്പം മോള് പറഞ്ഞിട്ടില്ലേ? ദേഷ്യപ്പെട്ടോ? ദേഷ്യപ്പെടാതിരിക്കില്ലല്ലോ. മോൾക്കൊന്ന് വിളിച്ച് പറയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരു ജോലികൾ വേണ്ടെന്ന് നോക്കാൻ പറയുന്നത് ശരിയാണോ? അമ്മ എന്താ അഭിപ്രായം പറയാനേ മോളെ? തീരുമാനിക്കേണ്ടത് നീയല്ലേ? ഇന്നത്തെ കാലത്ത് പെണ്ണിനൊരു ജോലി അത്യാവശ്യമല്ലേ? എന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് മോശമായി പോയെന്ന് ഞാൻ പറയും.
ഇല്ലമ്മേ, പ്രൊമോഷൻ ട്രാൻസ്ഫർ ആകുമ്പോൾ ചിലപ്പോൾ ദൂരേക്ക് കിട്ടും. ഇപ്പോഴത് മാറ്റി തൃശ്ശൂർ മൃഗശാലക്കുമ്പിള്ള MTIയിലേക്ക് കിട്ടി. അപ്പം നാളെ മുതൽ പോവേണ്ടി വരില്ലേ മോളെ? പോവണം. അവനോട് എന്തു പറയും നീ? അതൊക്കെയുണ്ട്, അമ്മ കണ്ടോ. മുറിയിലേക്ക് കയറുമ്പോൾ ജിൻസി രണ്ടും കൽപ്പിച്ചു തന്നെയായിരുന്നു. ഇന്നത്തോടുകൂടി എല്ലാം കലങ്ങി തെളിയുക തന്നെ വേണം. ജിൻസി സമയം നോക്കി. റോബിൻ വന്നു കയറാനുള്ള സമയമായെന്ന് അവൾക്ക് മനസ്സിലായി. കുളിച്ച് സുന്ദരി കുട്ടിയായി താഴെ വാതിലിൽ തന്നെ എതിരേൽക്കാൻ നിൽക്കുന്നതാണ് റോബിൻ ഇഷ്ടം. ശരിക്കും കൂട്ടിലടച്ച തത്തയാക്കുകയല്ലേ തന്നെ അയാൾ. റോബിന്റെ ശേഖരത്തിൽ നിന്ന് തുറന്ന മദ്യക്കുപ്പി എടുത്ത് ഹാളിലെ ടീപ്പുകൾ വെച്ച് ക്ലാസ് എടുക്കാൻ നേരം അമ്മ തിരക്കി. എന്താ മോളെ? ഒന്നുമില്ലമ്മേ, ശകല അച്ചാറെടുക്കുന്നുണ്ട്. അതെന്തിനാ? അതൊക്കെ ഉണ്ടമ്മേ, ചുമ്മാ ഒരു തമാശക്ക്. വാഹനത്തിന്റെ ശബ്ദം കേട്ടതും ജിൻസി കുപ്പി തുറന്ന് മദ്യം ഗ്ലാസ്സിലേക്ക് പകർന്നു. കാറിൽ ലോക്ക് ചെയ്ത് വിളിയെത്തി. ജിൻസി, വാ വാ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അമ്മേ, റോബിനൊരു ഗ്ലാസ് എടുത്തോ? ഹാളിലേക്ക് കടന്ന റോബിൻ കാണുന്നു മദ്യം നിറച്ച ഗ്ലാസ് ഒന്ന് മുത്തി തിരിച്ച് ടീപ്പോയിലേക്ക് വെച്ച് അച്ചാറും തൊട്ട് നോക്കുന്ന ജിൻസിയായിരുന്നു. അയാൾ അത്ഭുതത്തോടെ അമർഷത്തോടെ ആക്രോശിച്ചുകൊണ്ട് തിരക്കി. എന്താ ഇത്? ഇതെന്താണെന്ന് ഞാൻ റോബിക്ക് പറഞ്ഞു തരണോ? നീ ഇതെന്ത് ഭാവിച്ച ജിൻസി? നാണക്കേട്. ആർക്കാ നാണക്കേട്? റോബിൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴില്ലാത്ത നാണക്കേട് ഇപ്പോഴെങ്ങനെ വന്നു? ഞാനൊരാണല്ലേ, എന്തുമാത്രം ടെൻഷൻ കൊണ്ട് ഓരോ ദിവസം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്? മനസ്സിലായില്ല റോബി, എന്തായാലും ഇത്ര വലിയ ടെൻഷൻ? പെണ്ണുങ്ങൾക്ക് ടെൻഷൻ വന്നാൽ ഉപയോഗിക്കാൻ പറ്റാത്ത സംഗതിയാണോ ഇത്? നിനക്കെന്തിനാ ടെൻഷൻ? ഇപ്പം ടെൻഷൻ തീർന്നു റോബിൻ. എന്താ? ഞാനൊരു തീരുമാനം എടുത്ത് കഴിഞ്ഞു. അത് റോബിനെ അറിയിക്കാൻ ഇത് ശകലം നല്ലതാണെന്ന് തോന്നി. എന്ത് തീരുമാനം? നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകുന്നു. റോബിനോട് വീട്ടിലിരിക്കുന്നു. എത്രമാത്രം മുതൽ മുടക്കിയിരിക്കുന്ന ബിസിനസ്സാണ് എൻ്റെ എന്നറിയോ? അതാര് നോക്കും? അതാരും നോക്കേണ്ട, റോബിനെ ഞാൻ നോക്കാം, പോരെ? നിനക്ക് ഭ്രാന്താ? ഭ്രാന്ത് എനിക്കല്ല, ഒരു സർക്കാർ ജോലി പുല്ലുപോലെ വലിച്ചെറിയാൻ അതെനിക്കാരും ദാനം തന്നല്ല. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി നേടിയെടുത്താ. അതുകൊണ്ട് എനിക്കത് വേണ്ടെന്ന് നോക്കാൻ കഴിയില്ല. പകരം റോബിന് ഇവിടെ ഉണ്ടാവണം. ഇനി ഇവിടെ സൗകര്യം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം. ഞാൻ ഇവിടെ കഴിഞ്ഞ പോലെ റോബിക്ക് എൻ്റെ വീട്ടിലും കഴിയാം. അതുമല്ലെങ്കിൽ നമുക്ക് വേറെ വീട് വെക്കാം. അതും പറഞ്ഞ് ഗ്ലാസ് കൈകളിലേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു. റോബിൻ, ഒരു ലക്ഷം മീൻ വറുത്ത് എടുത്തേരൂ. പിറ്റേ ദിവസം MTIയിലേക്ക് ജോയിൻ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ജിൻസി റോബിനോട് പറഞ്ഞു. ഞാൻ വരുമ്പോൾ പൂമുഖവാദികൾ പൂന്നിങ്ങളായി ഭർത്താവ് ഉണ്ടാവണമെന്നൊന്നും വാശി പിടിക്കുന്നില്ല. പക്ഷെ അനാവശ്യമായിട്ട് എന്നെ അടച്ചിടണമെന്ന് മനസ്സിൽ തോന്നിയ അന്ന് ഞാൻ ഈ പടിയിറങ്ങും. പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ ഒന്നും തിരിഞ്ഞ് അമ്മയോട് പറഞ്ഞു. അമ്മേ, പോയി വരട്ടെ?